നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവിടെ അടുത്തുണ്ടായിട്ടും ഒന്ന് സ്നേഹിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ സച്ചേട്ടാ. ആ വിഷമം കൂടുതലായപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് സച്ചേട്ടനോട് പറഞ്ഞത്. കൂടപ്പിറപ്പിനേക്കാൾ നല്ലത് മറ്റാൾക്കാരാണെന്ന് തെളിയുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെ. ഇത് വല്ലാത്തൊരു അത്ഭുതമാ കേട്ടോ. എത്ര കരഞ്ഞിരുന്നാലും അർച്ചനയുടെ കയ്യിലിരിക്കുമ്പോ അവക്ക് ഒരു കരച്ചിലുമില്ല. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെയായിരുന്നു. ആ മാജിക് പോകുന്നതിന് മുമ്പ് എനിക്കൊന്ന് പറഞ്ഞു തരണേ. ഇതങ്ങനെ മാജിക് ഒന്നും അല്ല ചേച്ചി. ഈശ്വരൻ കുഞ്ഞുങ്ങളെ തരാത്തതും ഉണ്ടാവും. മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെ എടുക്കുമ്പോൾ അവർ കരച്ചിൽ നിർത്തുന്നു. ആ ഒരു ഭാഗ്യമെങ്കിലും എനിക്കിരിക്കട്ടെ എന്ന് ഈശ്വരൻ വിചാരിച്ചിട്ടുണ്ടാവും. ചേച്ചി ശിവേട്ട അങ്ങോട്ട് പോയി? അറിയില്ല സർ, കുറെ നേരമായി പോയിട്ട്. ഉച്ചയ്ക്ക് ശേഷം നെല്ലിശ്ശേരി പോകുന്നു പറഞ്ഞിരുന്നു. നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? പരിചയമുണ്ട്. ഏട്ടനവിടെ ജോലി ഉണ്ടായിരുന്നപ്പോ ഞാൻ ഇടയ്ക്ക് കമ്പനിയിൽ പോവായിരുന്നു. അന്നു മുതലേ സേതു സാറിനെയും നന്ദൻ സാറിനെയും സച്ചി സാറിനെയും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നല്ല ജോലിയും ശമ്പളവും ഒക്കെ ആയിരുന്നില്ലേ. അദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാ അതൊക്കെ പോയത്. നിങ്ങളിരിക്കെ, ഞാൻ ചായ എടുക്കാം. ഇന്നൊരു ഒഴിവും പറയണ്ട, കഴിച്ചിട്ടേ ഞാൻ വിടും. ഇരിക്കെ. ആ ചേച്ചി ദാ ഇത് അകത്തേക്ക് വെച്ചോ. മോക്ക് വേണ്ടി വാങ്ങിയതാ. എന്തിനാ സാറേ, ഇതൊന്നും വേണ്ടിയിരുന്നില്ല. ഇതൊക്കെ ഇട്ടും നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന കളിപ്പാട്ടങ്ങളൊക്കെ കളിച്ചും പെണ്ണിന് കോളായി പോയാലേ അവസാനം അത് ഞാൻ ഓടിയോ എത്തില്ല. അതോർത്ത് ചേച്ചി ടെൻഷനാവണ്ട. മോക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി, ഞാൻ സാധിച്ചു തരും. അതിനി എന്തായാലും പോരെ. ചായ കിട്ടിയില്ലല്ലോ, അത് മറന്നോ? നിങ്ങൾ അകത്തേക്കിരിക്കെ, ഞാൻ ഇപ്പൊ എടുക്കാം. ഓ ഓ ഓ ഓ കുഞ്ഞാവേ. നോക്കി സച്ചേട്ടാ, നമ്മളെവളെ മൈൻഡ് ചെയ്യാത്തോണ്ടേ ശബ്ദം ഉണ്ടാക്കി നമ്മൾ അറിയിച്ചത് കണ്ടോ? നിന്നെ മൈൻഡ് ചെയ്യാത്തല്ലടി, നിന്നെ കാണാൻ വേണ്ടിയിട്ടില്ലേ ഞങ്ങൾ വന്ന്. ആ അവിടുത്തെ മുള തനിക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ എന്താ? ഇവിടെ ഏത് സമയത്ത് വന്നാലും കുഞ്ഞ് തന്റെ കൈ തന്നെയാണല്ലോ. ശരിക്കും കുഞ്ഞിനെ എടുക്കാനുള്ള കൊതിയുണ്ടല്ലേ താൻ എന്നെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്? അതെ, അത് തന്നെയാ കാര്യം. അവിടെ അടുത്തുണ്ടായിട്ടും ഒന്ന് സ്നേഹിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ സച്ചേട്ടാ. ആ വിഷമം കൂടുതലായപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് സച്ചേട്ടനോട് പറഞ്ഞത്. കൂടപ്പിറപ്പിനേക്കാൾ നല്ലത് മറ്റാൾക്കാരാണെന്ന് തെളിയുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ചേച്ചി. സമയം കിട്ടുമ്പോ ഇതുപോലെ വരണം. വരും. ഇനി വരുമ്പോ കൊറേ നേരം ഇവളുടെ അടുത്ത് ഇരിക്കാൻ കണക്കാക്കി വരാം. എന്നാ ശരി ചേച്ചി. ശിവരാമേട്ടനും ഇന്ദു ചേച്ചിയും എത്ര വർഷം കാത്തിരുന്നിട്ടാണോ ആ മോളെ കിട്ടിയത്. നല്ല ഐശ്വര്യമുള്ളൊരു കുഞ്ഞ്. പക്ഷേ ശ്രീരാമേട്ടന്റെയും ആ ചേച്ചിയുടെയും ഒരു ചായ ആ കുഞ്ഞിന് കിട്ടിയിട്ടില്ല. എന്നാ എനിക്കറിയാവുന്ന ആരെയൊക്കെ പോലെ തോന്നി ആ കുഞ്ഞിനെ കണ്ടപ്പോ. അങ്ങനെ പെട്ടെന്നൊന്നും മുഖഛായൊന്നും വരില്ല സച്ചേട്ടാ. കുറെ നാൾ കഴിയുമ്പോഴേ ആരെ പോലെയാണെന്ന് അറിയാൻ പറ്റും. അതുമാത്രല്ല
എല്ലാ കുഞ്ഞുങ്ങളും അച്ഛനും അമ്മയും പോലെ ഇരിക്കണമെന്നൊന്നുമില്ല. മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ഒക്കെ രൂപത്തിലാവും ചിലർ ജനിക്കുന്നത്. ഞാൻ എന്റെ മുത്തശ്ശിയെ പോലെ ഇരിക്കുന്നെന്ന് അമ്മ പറയാറുണ്ട്. ആഹാ, മുത്തശ്ശി അത്ര നല്ല ഗ്ലാമർ ആയിരുന്നു. പോ സച്ചേട്ടാ, കളിയാക്കാതെ. കളിയാക്കിയെന്ന് ആര് പറഞ്ഞു? താൻ ഭയങ്കര ഗ്ലാമർ അല്ലേ? ആണോ? അതേടോ. ആദ്യമായിട്ടാ ഒരാൾ പറയുന്നത്. ആ പറഞ്ഞ ആള് ഭർത്താവാണെന്നുള്ള കാര്യത്തില് തനിക്ക് അഭിമാനിക്കാമല്ലോ. അങ്ങനെ ഒരു ഭർത്താവും പെട്ടെന്ന് അംഗീകരിച്ചു തരാത്തൊരു കാര്യ ഞാൻ ഇത്ര സിമ്പിളായിട്ട് പറഞ്ഞത്. ആ അല്ല, വേറൊരു കാര്യം ചോദിക്കണമെന്ന് കരുതിയിരിക്കായിരുന്നു. തന്നെ കാണുമ്പോ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ വലിയ കാര്യമാണല്ലോ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, താൻ എടുത്ത ഉടനെ ആ കുഞ്ഞ് കരച്ചിൽ നിർത്തി. വീട്ടിലെ മോളും അതുപോലെ തന്നെ താൻ എടുക്കുമ്പോ കരച്ചിൽ നിർത്തും. അതെന്താ അതിന്റെ സീക്രട്ട്? എനിക്കും കൂടെ ഒന്ന് പറഞ്ഞതാ. അതിൽ വലിയ സീക്രട്ട് ഒന്നുമില്ല. എനിക്ക് കുഞ്ഞുങ്ങളെ വലിയ ഇഷ്ടമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടം. അവരെ ഞാൻ എടുക്കുമ്പോ തന്നെ അതവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാ എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിലും മക്കളില്ലാത്തവർക്ക് ഈശ്വരൻ ഇങ്ങനെ ചില അനുഗ്രഹങ്ങളൊക്കെ കൊടുക്കും. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സന്തോഷം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാവും. ഞാനിപ്പോ പറഞ്ഞതോർത്ത് സച്ചേട്ടൻ വിഷമിക്കൊന്നും വേണ്ട. എനിക്കിപ്പോ നല്ല കോൺഫിഡൻസ് ഉണ്ട്. ശിവരാമേട്ടനെയും ഇന്ദു ചേച്ചിയും തന്നെ കണ്ടില്ലേ? എന്തെല്ലാം മരുന്നുകൾ കഴിച്ചു, എവിടെയെല്ലാം പൂജകൾ നടത്തി. എന്തായാലും അവസാനം ഒരു കുഞ്ഞിനെ ഈശ്വരൻ കൊടുത്തില്ല. അതുകൊണ്ട് കുറച്ച് താമസിച്ചായാലും ഈശ്വരൻ നമുക്കും തരും. അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമയുണ്ടായാൽ മാത്രം മതി. ഇനി എത്രയും പെട്ടെന്ന് സന്ധ്യ ഡോക്ടറെ വിളിച്ച് ട്രീറ്റ്മെന്റ് തുടങ്ങുന്നവരെ സംസാരിക്കണം. വീട്ടിൽ മോളുള്ളതുകൊണ്ടാ തനിക്കിപ്പോ അതിനെക്കുറിച്ചൊന്നും തോന്നാത്തത്. ഇപ്പോ കുഞ്ഞായതുകൊണ്ട് സാരമില്ല. നാളെ ഒരു സമയത്ത് അവൾ വളർന്നു കഴിയുമ്പോ തന്നോട് ഇത്ര അടുപ്പം കാണിക്കണമെന്നൊന്നുമില്ല. അതുകൊണ്ട് സ്വന്തമായിട്ടുണ്ടെങ്കിൽ തനിക്ക് തന്നെ എപ്പോഴും കൊണ്ട് നടക്കാം. എന്താ, ശരിയല്ലേ? ശരി തന്നെയാ. ഞാനും അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിരുന്നു. മോളുമായിട്ട് അടുക്കുമ്പോഴൊക്കെ ഞാനിത് ആലോചിക്കും. എന്തൊക്കെ പറഞ്ഞാലും പ്രസവിക്കുന്നതും കടമെടുത്ത് വളർത്തുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. പോണത് വരെ പോട്ടെ. പക്ഷേ നമുക്കൊരു കുഞ്ഞുണ്ടാവുമ്പോഴും ഇപ്പോൾ ഉള്ള മോൾക്കാവും ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുക. അവളെ ആദ്യമായിട്ട് കയ്യിൽ വാങ്ങിച്ചത് ഞാനാ. ആദ്യമായിട്ട് നെഞ്ചോട് ചേർത്ത് താലോലിച്ചത് ഞാൻ തന്നെയാ. അത് വല്ലാത്തൊരു ഫീലാ സച്ചേട്ടാ. അനുഭവിച്ചറിയേണ്ട ഫീല്. നമുക്ക് കുഞ്ഞുങ്ങളില്ലെങ്കിൽ എന്താ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങള് ഈശ്വരനായിട്ട് ഉണ്ടാക്കി തന്ന് സന്തോഷിപ്പിക്കുന്നില്ലേ? നമുക്കത് മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.